ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുട്ടികളുടെ പുതിയ അധ്യായ വർഷം ആരംഭിക്കുകയായി. അപ്പോൾ അതിനു മുമ്പ് അവരുടെ സ്റ്റഡി ടേബിളൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്യാമെന്ന് കരുതി. അതിനുവേണ്ടി ഞാൻ കുറച്ച് DIYs ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കൂടി അത് യൂസ്ഫുൾ ആവുമെന്ന് കരുതി ഞാൻ ഷെയർ ചെയ്യുകയാണ്. എല്ലാവരും വീഡിയോ അവസാനം വരെ കാണാൻ ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനു മുമ്പ് അവർക്കുള്ള കുറച്ച് സ്റ്റേഷനറീസ് വാങ്ങിക്കാനായിട്ട് ഞങ്ങൾ അൽറോണക്കിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം നമുക്ക് അവിടുത്തെ കുറച്ച് കാഴ്ചകൾ കണ്ടിട്ട് വരാം. ഓർഗനൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ആദ്യം നമുക്ക് പഴയ വർഷത്തെ ടെക്സ്റ്റ് ബുക്ക്, നോട്ട്ബുക്ക്, പിന്നെ വർക്ക് ഷീറ്റുകൾ അങ്ങനെ 3ആയിട്ട് എടുത്തു വെക്കാം. അതിൽ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ ഞാൻ ഇതുപോലെ ഒരു കവറിലിട്ട് മാറ്റി വെക്കുകയാണ്. ബുക്ക് എക്സ്ചേഞ്ച് ഫെയറൊക്കെ നടക്കുന്നുണ്ട്, അപ്പോൾ അവിടെ കൊണ്ടുകൊടുക്കാനായിട്ട്. പിന്നെ നോട്ട്ബുക്കുകളിൽ അധികം എഴുതാത്ത നോട്ടൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, റഫ് ബുക്കായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി. ഇനി മാറ്റി വെച്ചതിൽ തന്നെ ഒരു നോട്ട്ബുക്ക് ഞാൻ ഇതുപോലെ എടുത്തു വെക്കുകയാണ്. മോളുടെ KG മുതലുള്ള ഓരോ വർഷത്തെയും ഓരോ നോട്ട് ഇതുപോലെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വർഷത്തേത് കൂടി അതിൻ്റെ കൂടെ വെച്ച് കൊടുക്കുകയാണ്. ഇത് കഴിഞ്ഞ വർഷം അവർ വരച്ച ചിത്രങ്ങളും ക്വസ്റ്റ്യൻ പേപ്പറുകളും ആൻസർ പേപ്പറുകളും അങ്ങനെയൊക്കെ ഉള്ളവയാണ്. ഇതിൽ നിന്ന് 1-2 ഡ്രോയിങ്സും ആൻസർ പേപ്പറും സൂക്ഷിച്ച് വെക്കാനായിട്ട് ഞാൻ എടുത്തു വെക്കുകയാണ്. അങ്ങനെ എടുത്തു വെച്ചിട്ടുള്ളത് ഒരു ഫോൾഡറിലേക്ക് മാറ്റാം. അതുപോലെ അവർക്ക് ആ വർഷം കിട്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ ഒരു ഫോൾഡറിൽ ഇതുപോലെ സൂക്ഷിച്ചു വെക്കാം. ഇവിടെ റോഡ് സൈഡിലൊക്കെ കാണാറുള്ള പേപ്പർ റീസൈക്ലിംഗ് ബോക്സുകളിൽ കൊണ്ടുവെക്കാനായിട്ട് ഞാൻ ഈ ആവശ്യമില്ലാത്ത ബാക്കി പേപ്പേഴ്സും നോട്ട്ബുക്കുകളൊക്കെ മാറ്റി വയ്ക്കുകയാണ്. ഇതൊരു ലാപ്ടോപ്പ് ബോക്സാണ്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് ഒരുമിച്ച് വെച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മേലെ റാപ്പിംഗ് പേപ്പർ വെച്ച് നമുക്ക് കവർ ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ മുമ്പ് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിൻ്റെ പുറത്തൊട്ടിച്ചിരിക്കുന്ന പേപ്പറൊക്കെ മോശമായപ്പം മാറ്റി പുതിയത് ഒട്ടിക്കുകയാണ്. നിങ്ങൾക്ക് ഇതുപോലെ സെറിയൽ ബോക്സോ അല്ലെങ്കിൽ വാഷിംഗ് പൗഡറിൻ്റെ ബോക്സൊക്കെ ഉപയോഗിച്ച് ചെയ്യാം.
വാഷിംഗ് പൗഡറിൻ്റെ ബോക്സൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടി കട്ടി ഉണ്ടായിരിക്കും. ഇപ്പം നമ്മുടെ ബുക്ക് ഹോൾഡർ റെഡിയാണ്. ഇനി എന്തെങ്കിലും ഇതുപോലെയുള്ള ടേപ്പ് ഒട്ടിച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ സാധാരണ വാങ്ങിക്കാറുള്ള സാൾട്ട് ബോട്ടിലാണ്. അപ്പോൾ അതെടുത്ത് അതിന് ചുറ്റും നമുക്ക് പേപ്പർ കവർ ചെയ്ത് കൊടുക്കാം. ഇത് ഡെക്കറേറ്റ് ചെയ്യുന്നതിനായിട്ട് ഞാനിവിടെ ഒരു പഞ്ചാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഗ്ലിറ്റർ ഷീറ്റിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് ചുറ്റിലുമായിട്ട് അത് ഒട്ടിച്ചു കൊടുക്കാം. ഇതുണ്ടാക്കാനായിട്ട് ആദ്യം വേണ്ടത് കുറച്ച് പഴയ പേപ്പേഴ്സ് എടുത്ത് ഇതുപോലെ റോൾ ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലെയുള്ള ഒരു ചിപ്സ് ബോട്ടിലാണ്. ഇത് ആവശ്യമുള്ള അളവിൽ അടയാളപ്പെടുത്തിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ആദ്യം ഉണ്ടാക്കിയിട്ടുള്ള പേപ്പർ റോള് ഇതുപോലെ കളർ പേപ്പർ വെച്ച് കവർ ചെയ്ത് കൊടുക്കാം. ഇനി അതുപോലെ ഉപയോഗിക്കുകയാണെങ്കിൽ അങ്ങനെയും മതി. ഇതുപോലെ ആവശ്യമുള്ള അളവിൽ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ചുറ്റും ഒട്ടിച്ചു കൊടുക്കാം. ഇതുണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലെറ്റർ പ്രിൻ്റ് എടുക്കാം. എന്നിട്ട് ഇതുപോലെ തെർമോക്കോളിൽ വെച്ച് വരച്ചതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. ഞാനെടുത്തിരിക്കുന്ന തെർമോക്കോളിന് കട്ടി കുറവായ കാരണം ഒരുപോലുള്ള 2 ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ ഒട്ടിക്കാനായിട്ടുള്ള ഗ്ലിറ്റർ ഫോം ഷീറ്റ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഗ്ലൂ തേച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഒരു കാർഡ്ബോർഡാണ്. പിന്നെ നമുക്ക് ആവശ്യമുള്ള പ്രിൻറ്റഡ് പേപ്പർ അതിന് മേലെ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ എല്ലാ ഭാഗത്തും ടേപ്പ് വെച്ച് ഒട്ടിച്ചതിന് ശേഷം നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന ക്ലിംഗ് റാപ്പ് വെച്ച് ഇത് കവർ ചെയ്യാം.
ഇതിൻ്റെ ബാക്ക് സൈഡിലും ഇതുപോലെ ടാപ്പ് വെച്ച് ഒട്ടിക്കാം. ഇതിന് ഫ്രെയിമായിട്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഗ്ലിറ്റർ ഫോം ഷീറ്റ് തന്നെയാണ്. 4 സൈഡിൽ ആവശ്യമായിട്ടുള്ള അളവിൽ മുറിച്ചെടുക്കാം. അതിന് ശേഷം ഗ്ലൂ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഇതിന് വേണ്ടത് നമ്മുടെ ഉപയോഗിച്ച് കഴിഞ്ഞ ടിഷ്യൂ ബോക്സാണ്. അതിൻ്റെ മേൽഭാഗം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ ചുറ്റും പേപ്പർ വെച്ച് ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ഗ്ലിറ്റർ ഷീറ്റ് വെച്ച് തന്നെ ഇത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് കാണിച്ച എല്ലാ DIYസും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യുക, പിന്നെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക.